പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലനിൽക്കുന്ന ആരാധനാ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ തന്ത്രപരമായ വഴികൾ ഒരുക്കി അതിരൂപതാ ഭരണം നേടി വന്നിരിക്കുന്ന മെത്രാപ്പൊലീത്തൻ വികാരിയോട് വിശ്വാസികൾക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കുവാനുണ്ട്. ഇക്കാലം എത്രയും ഈ തർക്കങ്ങൾ ഭൂമി കച്ചവടവുമായി ബന്ധപ്പെട്ട നഷ്ടങ്ങൾ മൂലമാണോ, അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയിൽ 10 മിനിറ്റ് അൾത്താരയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന രീതിയുമായി ബന്ധപ്പെട്ടതാണോ എന്നിങ്ങനെ വിശ്വാസികളുടെ ഇടയിൽ സംശയങ്ങൾ ഉയരുന്നുണ്ട്. ഈ സംശയങ്ങൾക്ക് വ്യക്തവും തുറന്നതുമായ മറുപടി നൽകേണ്ടത് അനിവാര്യമാണ്. അതിനായുള്ള ഒരു ചെറിയ ചിന്തയായി ഇതിനെ GC മീഡിയ പ്രേക്ഷകർക്ക് മുന്നിൽ സമർപ്പിക്കുന്നു. 2017 ഡിസംബർ മാസത്തിൻ്റെ മധ്യകാലം വരെ എൻ്റെ ധാരണയിൽ വൈദികർ എല്ലാവരും വിശുദ്ധ ജീവിതം നയിക്കുന്നവരായിരുന്നു എന്നതാണ്. മനുഷ്യ ബലഹീനതകൾ മൂലം ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ കേൾക്കാറുണ്ടെങ്കിലും അവയെ പ്രത്യേക സാഹചര്യങ്ങളായി മാത്രം കണ്ടുപോവുകയായിരുന്നു നമ്മുടെ പതിവ്. എന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഉയർന്ന ഭൂമി വിവാദം ഈ ധാരണയിൽ വലിയ മാറ്റം വരുത്തി. ആ വിവാദം പുറം ലോകത്തിനു മുന്നിൽ എത്തിച്ച രീതിയും ചില വൈദികർ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച വികാരഭരിതമായ പ്രതികരണങ്ങളും വിശ്വാസികളിൽ ആശയക്കുഴപ്പവും നിരാശയും സൃഷ്ടിച്ചു. ജീവിതം സമർപ്പിച്ച് ദൈവസേവനത്തിന് മുന്നോട്ട് വന്നവരായി നാം കണ്ടിരുന്നവർ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ പൊതുവേദിയിൽ പ്രതികരിക്കുന്ന കാഴ്ച പലർക്കും അസ്വസ്ഥത ഉണ്ടാക്കി. വർഷങ്ങൾ പിന്നിട്ടിട്ടും ഈ വിവാദം പൂർണ്ണമായി ശമിക്കാതെ തുടരുകയാണ്. ഇതിൽ യഥാർത്ഥത്തിൽ എന്താണ് സത്യവും എന്താണ് അതിശയോക്തിയും എന്ന ചോദ്യം ഇന്നും സാധാരണ വിശ്വാസിയുടെ മനസ്സിൽ സംശയമായി നിൽക്കുകയാണ്. ഇതിനെ വെറും ഭൂമി ഇടപാടുകളിലെ പ്രശ്നമെന്നോ ആരാധന ക്രമപരമായ തർക്കമെന്നോ മാത്രം കാണാനാകില്ല. അതിനു പിന്നിൽ കൂടുതൽ ആഴമുള്ള ഘടകങ്ങൾ പ്രവർത്തിച്ചിരിക്കാമെന്ന സംശയം ഉയരുന്നു. അതിരൂപതയിലെ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പാക്കേണ്ടതിൻ്റെ ആവശ്യകത ചർച്ചയായപ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഭിന്നതകൾ കൂടുതൽ രൂക്ഷമായി. പണം കൈകാര്യം ചെയ്യുന്നതിലെ നിയന്ത്രണവും ഓഡിറ്റ് സംവിധാനങ്ങളും ശക്തിപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ ചിലർക്കിടയിൽ പ്രതികരണങ്ങൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും വഴിവെച്ചു. ഇതിനോടൊപ്പം ആരാധനക്രമവുമായി ബന്ധപ്പെട്ട ചർച്ചകളും സാഹചര്യത്തെ കൂടുതൽ സങ്കീർണമാക്കി. വിവിധ ഘടകങ്ങൾ ഒന്നിച്ചു ചേർന്നപ്പോൾ അതിരൂപതയിൽ ദീർഘകാലമായി നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ കൂടുതൽ തുറന്നു പറയപ്പെടുകയും പൊതുചർച്ചയായി മാറുകയും ചെയ്തു. ഇത്തരം സാഹചര്യങ്ങളിൽ വിശ്വാസികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് സത്യം കണ്ടെത്തുകയും സഭയുടെ ഐക്യം സംരക്ഷിക്കുകയും ചെയ്യുന്നതാണ്. വ്യക്തിപരമായ വികാരങ്ങൾക്കും ഗ്രൂപ്പ് താൽപ്പര്യങ്ങൾക്കും അതീതമായി ദൈവസന്നിധിയിൽ ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത എല്ലാവർക്കും ഓർമ്മപ്പെടുത്തപ്പെടുന്നു. സഭ മനുഷ്യരുടെ സമൂഹമായതിനാൽ പരിമിതികളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ അതെല്ലാം അതിജീവിച്ച് സത്യവും നീതിയും അടിസ്ഥാനമാക്കി മുന്നോട്ട് പോകുവാനുള്ള ദൈവിക പദ്ധതിയിൽ വിശ്വാസം വയ്ക്കുകയാണ് വിശ്വാസികളുടെ ശക്തി. ഒരു ദിവസം എല്ലാ ആശയക്കുഴപ്പങ്ങൾക്കും വ്യക്തമായ മറുപടി ലഭിക്കുകയും സഭ കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് പോവുകയും ചെയ്യും എന്ന ഒരു പ്രത്യാശ നമുക്കെല്ലാവർക്കുമുണ്ട്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മുൻ മെത്രാപ്പൊലീത്ത കൂടിയായ കർദിനാൾ അഭിവന്യ മാർ ജോർജ് ആലഞ്ചേരി പിതാവിനെ ലക്ഷ്യമിട്ട് ഇപ്പോഴും അവഹേളനങ്ങളും കുറ്റപ്പെടുത്തലുകളും നടക്കാറുണ്ട്. അതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന കാര്യത്തിൽ പല വിശ്വാസികളുടെയും സംശയം ഇതുവരെ പൂർണ്ണമായി മാറിയിട്ടില്ല. ഈ വിഷയത്തിൽ പലവട്ടം വിശദീകരണം നൽകിയിട്ടുണ്ടെങ്കിലും ഒരിക്കൽ കൂടി അതിൻ്റെ പശ്ചാത്തലം ഓർമ്മിപ്പിക്കേണ്ടതുണ്ട് എന്ന് തോന്നുകയാണ്. സഭയിലെ ചില വൈദികരുടെ ജീവിതക്രമത്തിലും സാമ്പത്തിക ഇടപാടുകളിലും കൂടുതൽ സുതാര്യതയും അച്ചടക്കവും കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകത പിതാവ് മുന്നോട്ട് വച്ചിരുന്നു. നമുക്കൊരുമിച്ച് ചില ഉത്തരവാദിത്വപരമായ തീരുമാനങ്ങളിലേക്ക് കടക്കാം എന്ന ആഹ്വാനം
ചിലർക്കിടയിൽ അവരുടെ സ്വാതന്ത്ര്യത്തിന് നിയന്ത്രണമുണ്ടാകുമെന്ന ആശങ്കയ്ക്ക് വഴിവെച്ചു. അതുവഴി ചില വിമത വൈദികരിൽ അസ്വസ്ഥതയും പ്രതികരണവും ശക്തമായി ഉയർന്നു എന്നത് ശ്രദ്ധേയമാണ്. ഇതിനൊപ്പം പുതിയ ആരാധനക്രമവുമായി ബന്ധപ്പെട്ട ചർച്ചകളും ചിലരെ കൂടുതൽ പ്രകോപിതരാക്കി. ഈ സാഹചര്യങ്ങളെ മറികടക്കുവാനും ഉയർന്നു വരുന്ന നിയന്ത്രണങ്ങളും പരിഷ്കാരങ്ങളും ചെറുക്കുവാനുമായി ഒരു വ്യത്യസ്ത ദിശയിലേക്ക് ശ്രദ്ധ തിരിക്കേണ്ടതുണ്ട് എന്ന നിലപാട് ചില നേതാക്കളിൽ രൂപപ്പെട്ടു. അത്തരമൊരു സാഹചര്യത്തിലാണ് മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഭൂമി ഇടപാടിനെ ആസ്പദമാക്കി ഒരു വലിയ വിവാദം സൃഷ്ടിക്കപ്പെട്ടതെന്നാണ് പലരും വിലയിരുത്തുന്നത്. ആ വിവാദം പിന്നീട് വ്യാപകമായ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും വഴിവെച്ച് ജനശ്രദ്ധയെ മറ്റു പ്രധാന വിഷയങ്ങളിൽ നിന്നും മാറ്റുന്നതിനും കാരണമായി. ഇങ്ങനെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നുയർന്ന ഭൂമി കച്ചവട വിവാദം ഒരു സാധാരണ ഇടപാട് പ്രശ്നത്തെ അതിജീവിച്ച് സഭയുടെ ആഭ്യന്തര പ്രശ്നങ്ങളെയും ഭിന്നതകളെയും തുറന്നു കാട്ടുന്ന ഒരു പ്രധാന സംഭവമായി മാറി. അതിരൂപതയിലെ ചില വൈദികരുടെ ജീവിതക്രമവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചില ഉയർന്ന നിലയിലുള്ള വ്യക്തികൾ മുതലെടുത്തതായി പറയാതിരിക്കാനാവില്ല. ചിലരുടെ അച്ചടക്കക്കുറവും വിവേചനശൂന്യമായ പ്രവർത്തനങ്ങളും മറ്റു ചിലരുടെ രഹസ്യ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കുന്നതിനായുള്ള ഒരു ഉപാധിയായി മാറിയെന്നത് പലർക്കും വ്യക്തമായി തോന്നുന്ന യാഥാർത്ഥ്യങ്ങളാണ്. എല്ലാ രൂപതകളിലും വൈദികർ ഉണ്ടായിരിക്കെ എന്തുകൊണ്ടാണ് ഒരു മേജർ ആർച്ച് ബിഷപ്പിനെതിരെ നിലപാട് ശക്തിപ്പെടുത്തുന്നതിനായി പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ചില വൈദികരെ ആശ്രയിക്കുന്നതായി തോന്നുന്നത് എന്ന ചോദ്യവും സ്വാഭാവികമായി ഉയരുന്നു. അതിൻ്റെ മറുപടി ചിലർ കാണുന്നത് ഇങ്ങനെയാണ്: സ്വാർത്ഥ താല്പര്യങ്ങളും അധികാരാഗ്രഹവും മുൻനിരയിൽ വന്നപ്പോൾ ചിലർ അതിന് വഴങ്ങാൻ തയ്യാറാകുന്ന സാഹചര്യം രൂപപ്പെട്ടുവെന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ ചില വൈദികരുടെ പ്രവർത്തനങ്ങൾ സഭയുടെ മാന്യതയ്ക്കും വിശ്വാസികളുടെ വികാരങ്ങൾക്കും വിരുദ്ധമായി മാറിയതായി വിമർശനങ്ങൾ ഉയരുന്നു. പരസ്പര ബഹുമാനവും ആത്മീയ ഉത്തരവാദിത്വവും നഷ്ടപ്പെടുന്ന രീതിയിലുള്ള വാക്കുകളും പ്രവൃത്തികളും സഭയുടെ ഐക്യത്തെ തന്നെ ചോദ്യം ചെയ്യുന്നതായി കാണപ്പെടുന്നു. പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന പോലുള്ള പരിശുദ്ധമായ കാര്യങ്ങളോടുള്ള സമീപനത്തിലും സഭയുടെ ഉന്നത നേതൃത്വത്തോടുള്ള പെരുമാറ്റത്തിലും കൂടുതൽ ആത്മസംയമനവും വിനയവും ആവശ്യമാണെന്ന് വിശ്വാസികൾ പ്രതീക്ഷിക്കുന്നു. വിമർശനങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായേക്കാം. പക്ഷേ അവ സഭയുടെ മഹത്വവും ആത്മീയ മൂല്യങ്ങളും സംരക്ഷിക്കുന്ന രീതിയിൽ പ്രകടിപ്പിക്കേണ്ടതാണ്. ഇത്തരം സംഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സഭയുടെ എല്ലാ നിലകളിലും ആത്മപരിശോധനയും പുതുക്കലും അനിവാര്യമാണെന്ന സത്യമാണ്. വ്യക്തിപരമായ ആഗ്രഹങ്ങളെയും താല്പര്യങ്ങളെയും അതിജീവിച്ച് സത്യവും നീതിയും ആധാരമാക്കി മുന്നോട്ട് പോകുമ്പോഴാണ് സഭയുടെ യഥാർത്ഥ സാക്ഷ്യം ലോകത്തിന് മുന്നിൽ തെളിയുക. ഈ വിഷയങ്ങളെക്കുറിച്ച് ഇത്രയും തീക്ഷ്ണമായി നിരന്തരമായി സംസാരിക്കുമ്പോൾ ഇതിന് പിന്നിലെ ഉദ്ദേശം എന്താണ് എന്ന ചോദ്യം പലരിൽ നിന്നും ഉയരുന്നത് സ്വാഭാവികമാണ്. അതിന് ഞാൻ നൽകുന്ന മറുപടി വളരെ വ്യക്തമാണ്. ചിലർ ഇതിനെ ഒരു പ്രകടനമായി അല്ലെങ്കിൽ ഒരു ഷോ ആയി കാണാൻ ശ്രമിച്ചേക്കാം. അതിൽ മെത്രാന്മാരും വൈദികരും വിശ്വാസികളും ഉൾപ്പെടാം. എന്നാൽ എൻ്റെ ഉറച്ച വിശ്വാസം ഇതാണ്: ഇതൊരിക്കലും ഒരു പ്രകടനം മാത്രമല്ല, ഇത് ദൈവത്തിൻ്റെ സഭയാണ്. മനുഷ്യൻ്റെ ജീവിതത്തെയും മരണാനന്തര യാത്രയെയും സ്പർശിക്കുന്ന ആത്മീയ സത്യങ്ങൾ ഇവിടെ സജീവമായി നിലകൊള്ളുന്നു. ഒരു ദൈവിക സാന്നിധ്യം പ്രവർത്തിക്കേണ്ട വിശുദ്ധ വേദി മലിനമാകുമ്പോൾ അതിനെ ശുദ്ധീകരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത് ഓരോ വിശ്വാസിയുടെയും കടമയാണ്. ഇതൊരു രാഷ്ട്രീയ സംവിധാനമോ മനുഷ്യരുടെ കണക്കുകൂട്ടലുകളാൽ മാത്രം നിയന്ത്രിക്കപ്പെടുന്ന ഘടനയോ അല്ല. അതിനാൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ സാധാരണ വാദപ്രതിവാദങ്ങളായി ചുരുക്കാതെ അതിൻ്റെ ആത്മീയ ഗൗരവം തിരിച്ചറിഞ്ഞ് സമീപിക്കേണ്ടതാണ്. സത്യത്തിൻ്റെയും നീതിയുടെയും വഴിയിൽ ഉറച്ചു നിൽക്കുകയും സഭയുടെ വിശുദ്ധിയും ഐക്യവും കാത്തുസൂക്ഷിക്കുവാൻ ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത്
എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്.